സിസ്റ്റർ മേരി ബനീന സ്മാരക മ്യൂസിയം ഇലഞ്ഞിപ്പൂവ് ഇനി സാഹിത്യ ലോകത്തിന് സ്വന്തം. ഇലഞ്ഞിപ്പൂവിന്റെ ആശീർവാദ കർമ്മം പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. സിസ്റ്റർ മേരി ബനീനയുടെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം വേണമെന്ന് മാർ കല്ലറങ്ങാട്ട്. നവമായ ബനീന ആഭിമുഖ്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. മലയാളത്തിലെ ആദ്യ മിസ്റ്റിക് കവിയത്രിയും കർമ്മലീത്ത സന്യാസിനി സമൂഹാംഗവുമായ സിസ്റ്റർ മേരി ബനീനയുടെ ജന്മശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായി പണിതീർത്ത മ്യൂസിയം ഇലഞ്ഞിപ്പൂവിന്റെ ആശീർവാദം നിർവഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു മാർ കല്ലറങ്ങാട്ട്. ഈ മൂന്നുപേരെയും കുറിച്ച് വളരെ വിപുലമായ പഠനം റിയാസ് സാറ് നടത്തിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ കുറേയെല്ലാം വിറ്റഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ശ്രീയാൻ മാപ്പിള സാറിനെയും സുൽത്താനന്ദ യൂസഫ് സാറിനെയും ബനീഞ്ഞാമ്മയെയും നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം. സിസ്റ്റർ മേരി ബനീനയുടെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സിസ്റ്റർ മേരി ബനീനയുടെ ജന്മശതോത്തര രജത ജൂബിലി സമ്മേളന ഉദ്ഘാടനവും മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. CMC സുപ്പീരിയർ ജനറൽ മദർ ഗ്രേസ് തെരേസ് അധ്യക്ഷത വഹിച്ചു. പെരുമ്പടവം ശ്രീധരൻ സിസ്റ്റർ ബനീനയുടെ സ്മരണകൾ പങ്കുവച്ചു. പാലാ രൂപത മുഖ്യ വികാരി ജനറാളും സിസ്റ്റർ മേരി ബനീന ഫൗണ്ടേഷൻ ചെയർമാനുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ, അനൂപ് ജേക്കബ് MLA, ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി, സെന്റ് പീറ്റർ ആൻഡ് പോൾ ഫൊറോന വികാരി ഫാദർ ജോസഫ് ഇടത്തുംപറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ, ബനീന സാംസ്കാരിക സമിതി പ്രസിഡന്റ് VM മാത്യു, സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ രാജേഷ് C കുന്നുംപുറം, ഗീത ജോർജ്, സിസ്റ്റർ സിജി തെരേസ്, സിസ്റ്റർ കൃപ മരിയ എന്നിവർ പ്രസംഗിച്ചു. തീർച്ചയായിട്ടും ഏറ്റവും ഉചിതമായ ഒന്നാണ്. ഞാൻ പ്രത്യേകമായി അഭിനന്ദനവും ഈ സന്ദർഭത്തിൽ അർപ്പിക്കുന്നു. ഒരു മനോഹരമായ സ്മരണാഞ്ജലിക്കായി ഇവിടെ കയറി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആശീർവാദത്തിനിടയ്ക്ക് നോക്കിയപ്പോൾ അവിടെ പ്രതിപാദിച്ചതുപോലെ സിസ്റ്ററിൽ നിന്ന് എഴുതിയ കസേരയും മേശയും പേനയും അതുപോലെ കണ്ണാടിയും ഒക്കെ അവിടെ ഒറ്റനോട്ടത്തിൽ നിന്ന് കാണാൻ ഇടയായി. വളരെ ഇൻഫോർമേറ്റീവായ ഒന്നായി മ്യൂസിയം മാറട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബനീനയുടെ പേരിലുള്ള സാഹിത്യ അവാർഡ് നേടിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അവാർഡ് കൊടുക്കുന്ന സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം കഥയാണെങ്കിലും കവിതയാണെങ്കിലും നിരൂപണമാണെങ്കിലും സിനിമയാണെങ്കിലും അവാർഡുകളൊക്കെ ധാരാളമായിട്ട് ലഭിക്കും. എനിക്കും അങ്ങനെ കുറേ അവാർഡുകളൊക്കെ പലപ്പോഴായിട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു അവാർഡാണ് സിസ്റ്റർ മേരി ബനീനയുടെ അവാർഡ്. അത് എലിഞ്ഞിപ്പൂവ് എന്നാണ് നമ്മളിപ്പോൾ ഈ സ്മാരകത്തിന് പേരിട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ആരാണ് ബനീഞ്ഞാമ്മയെ എലിഞ്ഞിപ്പൂവ് എന്ന് വിശേഷിപ്പിച്ചതെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമില്ല. 1960-ലോ 61-ലോ ബനീഞ്ഞാമ്മയുടെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു ഏകദിന സെമിനാർ സംഘടിപ്പിക്കുകയുണ്ട്. ബനീന അവാർഡ് ഡോക്ടർ ജോസ് കെ മാനുവലിനും വാനമ്പാടി അവാർഡ് ഡോക്ടർ ജെയിംസ് പുലിയൂറുമ്പിലിനും മാർ ജോസഫ് കല്ലറങ്ങാട്ട് സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പിറവം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.